ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കറണ്ട് അഫെയറിന്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള റിലേറ്റഡും അതുപോലെ തന്നെ ഇന്ത്യ റിലേറ്റഡും ആയിട്ടുള്ള ധാരാളം കറണ്ട് അഫെയറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയറുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള 10 കറണ്ട് അഫെയർ ആണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. ആർക്കും മടുപ്പ് തോന്നാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ നമ്മളെ തളർത്താനുണ്ടാവും. എന്താ അത്, എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്, ഈ പഠനം ഇപ്പൊ തീരൊന്നുമില്ല, അല്ലെങ്കിൽ PSC പഠിച്ചിട്ട് എന്താ കാര്യം, കിട്ടാനൊന്നും പോകുന്നില്ല, വെറുതെയാണ്, അങ്ങനെ 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 പല വിധത്തിലും നമ്മളെ മെന്റലി ടോർച്ചർ ചെയ്തിട്ട് ഇങ്ങനെ തളർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ചുറ്റിലേക്ക് നോക്കുക. ഗവൺമെന്റ് സർവീസിൽ ഇഷ്ടം പോലെ ആളുകൾ നിങ്ങളുടെ ചുറ്റിലും കാണാൻ പറ്റും. അവരെല്ലാം തന്നെ ഈ ഒരു തളർത്തലുകളൊക്കെ മറികടന്ന് പഠിച്ച് ജോലി നേടിയ ആളുകളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം ആയ സ്ഥിതിക്ക് നമ്മൾക്ക് ഒരു 60 വയസ്സ് വരെയാണ് എന്തുള്ളത്, നമ്മുടെ സർവീസ് ഉള്ളത്. സോ നിങ്ങളൊരു പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 35 വയസ്സിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ പിന്നെയും ഒരു 25 വർഷത്തെ സർവീസ് നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെ? അല്ല, നിങ്ങൾക്ക് ഒരു 40-ാമത്തെ വയസ്സിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ പിന്നെയും ഒരു 20 വർഷത്തെ സർവീസ്. അത്രയൊക്കെ പോരെ ഗവൺമെന്റ് സർവീസിൽ, അല്ലെ? അപ്പൊ അങ്ങനെ സമയമൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് സർവീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്നും ആലോചിച്ച് ആരും വിഷമിക്കണ്ട. കിട്ടുന്ന സമയം നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോ ഒരു സ്കൂളിലൊക്കെ കയറണമെങ്കിൽ 40 ലക്ഷം 50 ലക്ഷം 60, 65, 70 ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ കയറുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മളൊരു 10 വർഷം ഫ്രീ ആയിട്ട് അവിടെ സർവീസ് ചെയ്താൽ പോലും നമുക്ക് നമ്മൾ ഈ കൊടുത്ത എമൗണ്ട് തിരിച്ചു കിട്ടുമോ അറിയില്ല. അത്രയൊക്കെ അപ്പൊ തന്നെ കിട്ടുള്ളൂ, അല്ലെ? അത്രയും അപ്പൊ 10 വർഷം നമ്മൾ വെറുതെ അവിടെ സർവീസ് കൊടുക്കണം. ആ 10 വർഷം നമ്മൾ നന്നായി മെനക്കെട്ട് പഠിക്കണമെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് സർവീസിൽ കയറാൻ പറ്റും. നമുക്ക് നല്ല അന്തസ്സായിട്ട് ജോലിക്കും പോവാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആരും തളർന്നു പോകരുത്. നമ്മൾ ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അവരെ മൈൻഡ് ചെയ്യാൻ പോണ്ട, തിരിച്ച് റീപ്ലൈ കൊടുക്കാനും പോണ്ട. സൈലന്റ് ആയിരുന്നു നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യം ആരോടും ഷെയർ ചെയ്യണ്ട. നമ്മളുടെ ലക്ഷ്യങ്ങളെല്ലാം സീക്രട്ട് ആക്കി വെക്കുക. എന്നിട്ട് ആ ഒരു സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകളെ അറിയിച്ചാൽ മതി. ഓക്കെ, അപ്പോ കുറച്ച് കൂടുതൽ നേരം നമ്മൾ സംസാരിച്ചു, അല്ലെ? അത് വേണ്ട. നമ്മൾ കറണ്ട് അഫെയർ പഠിക്കാൻ പോവാണ്. ഫസ്റ്റത്തെ കറണ്ട് അഫെയർ നോക്കൂ. ആദ്യമായി ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണെന്ന്? ഏത് രാജ്യമാണ് ആദ്യമായിട്ട് ബ്ലാക്ക് ഹോളിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഉപഗ്രഹം വിക്ഷേപിച്ചത്? ഭൂരിഭാഗം അമേരിക്കയൊക്കെ തന്നെയായിരിക്കും, അല്ലെ? ഏതാണ്? അമേരിക്ക എന്നാണ് അതിന്റെ ഉത്തരം. ആദ്യമായിട്ട് ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം അമേരിക്ക. 2024 ജനുവരിയിൽ ഹെങ് കൊടുങ്കാറ്റ് വീശിയ രാജ്യം UK ആണ് ട്ടാ. ഈ കൊടുങ്കാറ്റുകളുടെ പേരൊക്കെ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. അപ്പൊ 2024 ജനുവരിയില് ഹെങ് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാടോ? നമ്മുടെ UK ആണ്. ഏതാണ്? നമ്മുടെ UK കേട്ടോ. ക്ലിയർ ആയല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചൂടേറിയ വർഷമായിട്ട് രേഖപ്പെടുത്തിയത് 2023 ആണ് ഗൈസ്. 2023 എന്താ സംഭവം? ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചൂടേറിയ വർഷമായിട്ട് രേഖപ്പെടുത്തിയത് 2023. ഫോർത്ത് വൺ. 2024 ജനുവരിയിൽ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്ക്, എന്ത് സംഭവത്തിനാണ്? വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം ഏതാടോ? അമേരിക്ക. 2024 ജനുവരിയിൽ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം ആരാണ്? അമേരിക്കയാണ്. ഓക്കെ, നെക്സ്റ്റ്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അതും അമേരിക്കയാണ്. അമേരിക്ക റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അധികം ഫാക്ട്സ്, അതായത് 10 കറണ്ട് അഫെയറിൽ 3 സ്ഥലങ്ങളിൽ ഇപ്പൊ അമേരിക്ക വന്നു, അല്ലെ? 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പൊ നമ്മൾ ഒന്നും കൂടി പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ സ്ഥാനം 4. സിക്സ്ത് വൺ. 2024 ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. 2024 ബ്രിക്സ് അധ്യക്ഷ പദവി വഹിച്ച രാജ്യം റഷ്യയാണ്. നമ്മൾ പറഞ്ഞു 2024 ജനുവരി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്.
കേരള ഹിസ്റ്ററി ആണ്, കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണെങ്കിലും ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണെങ്കിലും. ഇപ്പൊ നമ്മൾ വേൾഡിലേക്ക് കടന്നപ്പോഴും നമ്മൾ ജനുവരിന്ന് തന്നെയാണ് ഗൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2024 ജനുവരി 1 ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യം നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല അല്ലെ, ജപ്പാൻ തന്നെയാണ്. തീവ്രത 7.6 രേഖപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തു വെക്കാം. 2024 ജനുവരി 1 ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യം ജപ്പാൻ. 7.6 തീവ്രത രേഖപ്പെടുത്തിയത്. ഓക്കെ, നെക്സ്റ്റ് 8ാമത്തെ കറണ്ട് അഫെയറിലേക്ക് കടക്കുകയാണ്. ചന്ദ്രനിൽ ഉപഗ്രഹം ഇറക്കുന്ന 5ാമത്തെ രാജ്യം ആരാടോ? ജപ്പാൻ. ചന്ദ്രനിൽ ഉപഗ്രഹം ഇറക്കുന്ന 5ാമത്തെ രാജ്യമാണ് ആര്? ജപ്പാൻ. അപ്പൊ ബാക്കി 4 അറിയണ്ടേ? അമേരിക്ക, ഇന്ത്യ, ചൈന, റഷ്യ. ഈ 4 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചന്ദ്രനില് മുൻപ് ഉപഗ്രഹം ഇറക്കിയിട്ടുണ്ട് എന്നുകൂടി പഠിച്ചു വെക്കുക അതിന്റെ കൂട്ടത്തിൽ. ഓക്കെ, 9th വൺ, ഇലക്ട്രിക് മണ്ണ്. എന്താ സംഭവം? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ. മറക്കരുത് ട്ടാ, ഭയങ്കര സ്വീറ്റ് ആയ ഇലക്ട്രിക് മണ്ണാണെന്ന് ആലോചിച്ച് വെക്കാം. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാടോ? പറ. സ്വീഡൻ. ഏതാണ്? സ്വീഡൻ. 10th വൺ, 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം. എന്താ സംഭവം? സ്ഥിര അംഗത്വം ലഭിച്ച രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ ആൻഡ് UAE. ഓക്കെ, 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാ? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഒന്നും കൂടി പറഞ്ഞാലോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക് മണ്ണ്. എന്താ സംഭവം? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് സ്വീഡൻ. ഓക്കെ, ചന്ദ്രനിൽ ഉപഗ്രഹം ഇറക്കുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. അമേരിക്ക, ഇന്ത്യ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് ഉപഗ്രഹം ഇറക്കിയത്. നെക്സ്റ്റ് 2024 ജനുവരി 1 ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യം ജപ്പാൻ. 7.6 തീവ്രത രേഖപ്പെടുത്തി. 2024 ബ്രിക്സ് അധ്യക്ഷ പദവി വഹിച്ച രാജ്യം റഷ്യ. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 4. 2024 ജനുവരിയിൽ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം നമ്മുടെ അമേരിക്ക. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ചൂടേറിയ വർഷമായിട്ട് രേഖപ്പെടുത്തിയത് 2023. 2024 ജനുവരിയിൽ ഹെക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാടോ? നമ്മുടെ UK. ആദ്യമായി ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം അമേരിക്ക. അപ്പൊ നമ്മുടെ വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയറിന്റെ ആദ്യത്തെ ക്ലാസ് നമ്മൾ ഇതാ ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ബുദ്ധിമുട്ടാണോന്ന് അറിയില്ല. പക്ഷെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി പോസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ സർക്കാർ സർവീസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ സർവീസിന് കിട്ടാനുണ്ട്. അതായത് നമുക്ക് സാലറി, നമ്മുടെ ബേസിക് സാലറി നമുക്ക് കിട്ടും. അതിന്റെ ഇത്ര ശതമാനം DA ആയിട്ട് കിട്ടും. ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. പിന്നെ നമ്മുടെ ജോബ് സെക്യൂരിറ്റി, സൊസൈറ്റിയിലുള്ള നമ്മളുടെ ആ ഒരു ഡിഗ്നിറ്റി, ഇതൊക്കെ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അത് മാത്രല്ല, നമ്മൾക്ക് എപ്പോഴും, അതായത് നമ്മുടെ നാട്ടിൽ സെറ്റിൽ ആവാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലേഡീസിനെ കുറിച്ചാണെങ്കിലും ഇപ്പൊ ജെന്റ്സിനാണെങ്കിലും ഒക്കെ ഏറ്റവും നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സർക്കാർ സർവീസ് തന്നെയാണ്. ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുമ്പോൾ അത്രയും നല്ലൊരു സാലറി കിട്ടാൻ പാടാണ്. ഇനിയിപ്പോ അഥവാ സാലറി കിട്ടിയാലും നമ്മുടെ ആ ഒരു നമ്മൾ എത്രത്തോളം എഫിഷ്യന്റ് ആയിരിക്കണു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കണു, അത് വരെ മാത്രമാണ് നമുക്ക് ആ ഒരു സാലറി കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവർ പുതിയ ആൾക്കാരെ എടുക്കും അല്ലെ. പക്ഷെ നമുക്ക് 60 വയസ്സ് വരെയും ഇവിടെ സുഖമായിരുന്ന് ജോലി ചെയ്യാം. സുഖം തന്നെയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിഷമമുണ്ട്? നമ്മളുടെ ഏത് ജോലിക്കും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റിയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അത്രയൊന്നും സർക്കാർ സർവീസിന് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നന്നായി പഠിക്കുക. നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ ഉറക്കം ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വരും. ഉറക്കത്തിലൊക്കെ ചാടി നീറ്റ് നമ്മൾ പഠിക്കാൻ തുടങ്ങും.
ഞാൻ തമാശ പറയില്ല കേട്ടോ. നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങി ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് നിങ്ങളുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നോളജിന്റെ ആ ഒരു എന്താ പറയാ അളവ് കൂടി വരുമ്പോ നിങ്ങൾക്ക് പിന്നെ തോന്നും അയ്യോ ഇത്രയും ഈ ഭാഗം കൂടി പഠിച്ചെടുക്കാം എന്തായാലും. കാരണം ഇത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഈ ഭാഗം അറിയാതെ പോണ്ട ആ ഭാഗം അറിയാതെ പോണ്ട വെച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ടൈം ഇങ്ങനെ കൂട്ടുക. അത് നിങ്ങൾക്ക് ഒരു എഫേർട്ടേ ആയിട്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു PSC ചാനലില് വളരെ കുറച്ച് ആളുകളെ എന്നെ എത്രത്തോളം ആളുകൾ എങ്ങനെയാണ് എന്നെ കേൾക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അയാളുടെ മെസ്സേജ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പൊ തന്നെ ഞാൻ ദൈവത്തിന്റെ അടുത്ത് എന്ത് പറയും, താങ്ക്സ് പറയും. എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഏത് വീഡിയോസ് എടുത്താലൊക്കെ നമ്മളോട് എന്താ എല്ലാരും പറയാം, നിങ്ങൾ താങ്ക്സ് പറയണം, നിങ്ങളെല്ലാ ഭാഗ്യങ്ങൾക്കും എപ്പോഴും താങ്ക്സ് പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഞാൻ കുറെ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, അന്നത്തെ ദിവസം ഒരു 10-15 പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെയാണ് നിങ്ങൾ 10 കറണ്ട് അഫെയർ പഠിച്ചാൽ അത് ഓർത്തോക്കിട്ട് കിട്ടണമെങ്കിൽ ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിന് വിശ്വസിക്കണം കേട്ടോ ഗൈസ്. അപ്പോഴേ നമ്മളെ ലൈഫിന് ഒരു അടക്കും ചിട്ടയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. പിന്നെ ഏത് കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും എതിർക്കാൻ മാത്രമാണ് ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പൊ അതൊന്നും നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട. നമ്മളെ 10 മിനിറ്റിന്റെ ക്ലാസ് ഒരുപാട് ടൈമിലേക്ക് പോകണ്ട അല്ലെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. ഓക്കെ, താങ്ക്